മാർക്കോയെ ചില സീനുകളിൽ കടത്തി വെട്ടിയിരുന്ന പോലെയൊക്കെ തോന്നിപ്പോകും. പക്ഷേ ഇപ്പോഴും മാർക്കോ തന്നെയാണ് ആ ഒരു വയലൻസിൻ്റെ കാര്യത്തിൽ മുമ്പിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് തരാൻ സാധിച്ച ഒരു നടനുണ്ട്. ആ നടൻ ആരാണെന്ന് നമുക്ക് ഊഹിച്ചാൽ തന്നെ അറിയാം. പുള്ളിക്കാരൻ്റെ ഡയലോഗുണ്ട്, నేను മൾട്ടി ലിംഗൽ റാ. വയലൻസ് അധികമൊന്നുമില്ല, ഒരു നോർമൽ ലെവലൊക്കെ ഉള്ളൂ. പടം കൊള്ളാം, കുഴപ്പമില്ല, നല്ല പടമാണ്, എൻ്റർടൈൻ ചെയ്ത് കണ്ടിരിക്കാം. വയലൻസ് അധികമൊന്നുമില്ല, ഒരു നോർമൽ ലെവലൊക്കെ ഉള്ളൂ. സിനിമ തുടങ്ങി ഫസ്റ്റ് ഹാഫ് എവിടെ തുടങ്ങി എവിടെ തീർന്നതെന്ന് പെട്ടെന്ന് പോലും അറിഞ്ഞില്ല. കാരണം അത്രയ്ക്ക് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടാണ് കുറ്റാന്വേഷണ കഥ പോകുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ എടുത്തു പറയാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ കുറച്ചേ ഉള്ളൂ. ഡയലോഗ്സാണ് കൂടുതൽ. ഒറ്റ പാട്ടില്ല സിനിമയ്ക്കകത്ത്. എന്നാൽ പാട്ട് കുത്തിക്കയറ്റുള്ള രംഗങ്ങളുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴാണ് ഒരു പാട്ടുള്ളത്. അതുപോലെ വളരെ മനോഹരമായിട്ട് തന്നെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള കാട്ടിക്കൂട്ടലോ കാര്യങ്ങളൊന്നുമില്ല, ടിപ്പിക്കൽ ഇതിൽ പോകുന്നില്ല. പിന്നെ അതിനുശേഷം വില്ലൻ്റെ എൻട്രി വരുന്നുണ്ട്, പിന്നെ ഇവർ തമ്മിലുള്ള ഫേസ് ഓഫ് വരുന്നുണ്ട്. ഞാൻ പറയുന്നതൊക്കെ വിചാരിക്കും ഇതൊരു ക്ലീഷയാണെന്ന്. അങ്ങനെയല്ല, ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സിലാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. അപ്പം ഈ പുള്ളിക്കാരൻ ഒരു IPS ഓഫീസറാണ്. അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പടമായിട്ട് ഒരു അപ്രോച്ചിൽ കാണരുത്. ഇത് ഒരു അതിരടി മാസ് മസാല സിനിമ എന്നുള്ള രീതിയിൽ കണ്ടു തീർക്കേണ്ട ഒരു സിനിമയാണ്. പിന്നെ ബ്ലഡ് ഷെഡ് ഭയങ്കര കൂടുതലാണ് ഈ സിനിമയിൽ. വയലൻറ്റ് സീൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം അത് മാർക്കോയെ ചില സീനുകളിൽ കടത്തി വെട്ടിയിരുന്ന പോലെയൊക്കെ തോന്നിപ്പോകും. പക്ഷേ ഇപ്പോഴും മാർക്കോ തന്നെയാണ് ആ ഒരു വയലൻസിൻ്റെ കാര്യത്തിൽ മുമ്പിൽ. ചില കാര്യങ്ങൾ നമുക്ക് ബ്ലഡ് കാണിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് വയലൻ്റായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു സീൻ ഇതിനകത്തുണ്ടായിരുന്നു. അത് ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് മാനസികമായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ, അങ്ങനത്തെ ആ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ. പിന്നെ ക്ലൈമാക്സിൽ എടുത്തുമ്പോഴത്തേക്കും കുറച്ചൊരു ടിപ്പിക്കൽ ക്ലീഷേഡ് ആയിട്ട് തോന്നിപ്പോയി എന്നെനിക്ക് തോന്നി. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ബിഗ്ഗസ്റ്റ് സർപ്രൈസ് എന്ന് പറയുന്നത് എൻ്റെ ക്യാമിയോ ആണ്. ക്യാമിയോ ഫൈനലിൽ വരുന്നുണ്ട്. ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട്ടിൽ ഒരേപോലെ ഫാൻ ഫോളോയിങ് ഉള്ള, അതിപ്പോൾ രജനിയോ കമൽഹാസനോ ഇല്ല, അവരൊക്കെ സീനിയേഴ്സാണ്. പക്ഷേ അവർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് തരാൻ സാധിച്ച ഒരു നടനുണ്ട്. ആ നടൻ ആരാണെന്ന് നമുക്ക് ഊഹിച്ചാൽ തന്നെ അറിയാം. പുള്ളിക്കാരൻ്റെ ഡയലോഗുണ്ട്, నేను മൾട്ടി ലിംഗൽ റാ. പുള്ളിക്കാരൻ്റെ ഒരു ഡയലോഗും പ്രസൻസും കാര്യങ്ങളും എല്ലാം കൊണ്ടിട്ട് പൊളിച്ചടുക്കിയിട്ടുണ്ട് എൻഡ് ബഞ്ചൊക്കെ. അപ്പം ഒരു കണ്ടിരിക്കാവുന്ന ഒരു അതിരടി മാസ് മസാല സിനിമ. എന്നാലാണെങ്കിൽ ടിപ്പിക്കൽ ക്ലീഷേ ഇതുമല്ല, അങ്ങനത്തെ ഒരു സിനിമ.